വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. ഞാൻ ചിലപ്പോ പറയുന്നൊരു വാക്കുണ്ട്, വേദപുസ്തകത്തിലെ ദുഷ്ടകഥാപാത്രങ്ങൾ പോലും നമ്മളെക്കാൾ നല്ലവരാ. നമ്മൾ ദുഷ്ടകഥാപാത്രങ്ങൾ എന്ന് പറയുന്നവർ പോലും നമ്മളെക്കാൾ നല്ലവരാ. ആ പുരോഹിതന്റെയും ലേവ്യന്റെയും ആറ്റിറ്റ്യൂഡാണ് 90% വിശ്വാസികൾക്കും. എനിക്ക് ആരുടെയും വേണ്ട, പക്ഷെ എന്റെ ആൾക്ക് ഞാൻ കൊടുക്കത്തുമില്ല. അത് ദൈവികമായ ആറ്റിറ്റ്യൂഡല്ല. മൂന്നാമത്തെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ശമരിയാക്കാരൻ വന്നിട്ട് പറയാണ്, സ്നേഹിത, എന്റേതെല്ലാം നിന്റേത്. അതാണ് ക്രിസ്തീയമായ ആറ്റിറ്റ്യൂഡ്, അതാണ് ഗ്ലോറിയ. അവൻ പറയാണ്, വാട്ട് ഈസ് മൈൻ ഈസ് യുവേഴ്സ്. ആ മനുഷ്യൻ മുറിവേറ്റ് കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി. അവന്റെ കയ്യിലെ എണ്ണ വീഞ്ഞെടുത്ത് അവന് കുടിക്കാൻ കൊടുത്തു. കയ്യിൽ എണ്ണയെടുത്ത് പുരട്ടി ഇവനെ തോളിലെടുത്ത് അവന്റെ കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി. എന്നിട്ട് ഇവൻ നടക്കാൻ തുടങ്ങി. 1-2 കിലോമീറ്റർ ഒന്നും ആയിരിക്കത്തില്ല, പല കിലോമീറ്ററുകൾ. കാര്യം, കള്ളന്മാരെ ആക്രമിക്കണമെങ്കിൽ പട്ടണത്തിനടുത്ത് വെച്ചായിരിക്കത്തില്ല, വിജനമായ സ്ഥലത്തായിരിക്കണം. അതിന്റെ അർത്ഥം വളരെ വിദൂരത്തിൽ ഇവന്റെ കഴുതപ്പുറത്ത് ഈ മുറിവേറ്റ മനുഷ്യനെ കിടത്തി നടത്തിക്കൊണ്ട് ഇവൻ നടന്നു പോകുകയാണ്. അവനുള്ളതെല്ലാം അവൻ ഈ മനുഷ്യന് വേണ്ടി കൊടുത്തു. സത്രത്തിൽ ചെന്നു, അവനെ ശുശ്രൂഷിച്ചു. അവൻ ഏകദേശം സൗഖ്യമായെന്ന് തോന്നി. അവനെ ശുശ്രൂഷിക്കാൻ ആവശ്യമായ കൂടുതൽ ദിവസങ്ങൾ, അവന് തങ്ങാൻ ആവശ്യമായ പണം ആ സത്രത്തിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ എന്തു വേണമെങ്കിൽ ചെയ്യ്, ഇവന് വേണ്ടി നീ എന്തും ചെയ്യ്, എന്തെങ്കിലും അധികമായി ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നോളാം. അതാണ് ഗ്ലോറിയസ് ആറ്റിറ്റ്യൂഡ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് ഗ്ലോറിയ. യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവനെല്ലാം ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. കാരണം എന്നറിയാമോ? യേശു എന്നും മറ്റുള്ളവർക്ക് വേണ്ടിയാ ജീവിച്ചത്. അവൻ അവന് വേണ്ടി തന്നെ ജീവിച്ചില്ല, അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ഒരിക്കലും തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല. അവൻ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാ, ചില്ലറ കാര്യമല്ല. പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല. നിങ്ങളുടെ സ്വയത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും കാർണൽ മനുഷ്യനാണ്, ജഡിക മനുഷ്യനാണ്, ലൗകിക മനുഷ്യനാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവരെ കുറിച്ചുള്ള വേദനയോടുകൂടെ ജീവിക്കുക. കാവൽക്കാരൻ കാഹളമൂതി, അവൻ ഒരിക്കലും ചിന്തിച്ചില്ല. അവൻ വാള് കണ്ടപ്പോൾ അവൻ ഓടിച്ചെന്ന് കാഹളമൂതി. അവിടെ നിന്ന് മോളിൽ നിന്ന് കാഹളമൂന്നായിരിക്കും നമ്മൾ പറയുന്നത്, പക്ഷെ അതല്ല. നമ്മൾ ഓടിച്ചെന്ന് അവനോട് പറയുകയാണ്, ജനങ്ങളോട് പറയുകയാണ്, അവനെ സഹായിക്കുകയാണ്. അവന്റെ ആറ്റിറ്റ്യൂഡ് അതാണ്. ഈ ജനത്തിന് ഈ ജനം ഒരിക്കലും നശിക്കാൻ പാടില്ല. ഒരു കാവൽക്കാരൻ മനസ്സിന് കൺസേൺ ഉള്ളവനായിരിക്കണം, അവൻ അൺകൺസേൺഡ് ആകാൻ പറ്റത്തില്ല. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹമെങ്കിൽ കാവൽക്കാരന് മറ്റൊരാഗ്രഹമില്ല. അവൻ ദൈവത്തിന്റെ ഇഷ്ടം അവന്റെ ഇഷ്ടമാക്കിയവനാണ്. അതുകൊണ്ട് അവൻ പറയുന്നു, ഇല്ല, എന്റെ ഗ്രാമത്തിലെ ആളുകൾ, എന്റെ പട്ടണത്തിലെ ആളുകൾ, എന്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്നവർ, എന്റെ കൂടെ പഠിപ്പിക്കുന്നവര്, എന്റെ ഓഫീസിലുള്ളവര്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവര്, അവരൊന്നും നഷ്ടപ്പെടാൻ പറ്റില്ല. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടമെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ദുഷ്ടൻ മരിക്കുന്നത് അവന്റെ അകൃത്യത്തിലാണെങ്കിലും, നമ്മൾ കാഹളഭൂതിയില്ലെങ്കിൽ ദുഷ്ടൻ മരിക്കും, അവന്റെ അകൃത്യത്തിൽ മരിക്കും. പക്ഷേ കർത്താവ് പറഞ്ഞു, അവന്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. എന്റെ കുറ്റമാ. പാലക്കാട്ട് പട്ടണത്തിൽ നിന്ന് ആളുകൾ നരകത്തിൽ പോകുമ്പോൾ ഒരുപക്ഷെ ദൈവം എന്നോട് ചോദിക്കത്തില്ല, നീ എന്താ പാലക്കാട്ടെ ജനങ്ങളോട് സുവിശേഷം അറിയിക്കാൻ. പക്ഷെ പാലക്കാട്ട് താമസിക്കുന്ന നിങ്ങളോട് ചോദിക്കും. ഞാൻ എവിടെയാണോ അവിടെയുള്ള ആളുകൾ നരകത്തിൽ പോവുകയാണെങ്കിൽ കർത്താവ് എന്നോട് ചോദിക്കും. നമുക്ക് ദൈവം ആരുടെ കാവൽക്കാരനാക്കിയിരിക്കുന്നോ ആ ജനതയുടെ നഷ്ടം നമ്മുടെ നഷ്ടമാണ്. കാരണം ഞാൻ ജീവിക്കുന്നത് ആ ജനതയ്ക്ക് വേണ്ടിയാണ്, മറ്റൊരു ജീവിതം എനിക്കില്ല. ഏസ്കൽ പ്രവചനത്തിന്റെ 33-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ, മനുഷ്യപുത്ര, നിന്റെ സ്വജാതിക്കാരോട് നീ പറയേണ്ടത്,
നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവന്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ അവൻ തന്റെ ദുഷ്ടതയിൽ ഇടറി വീഴുകയില്ല. നീതിമാൻ പാപം ചെയ്യുന്ന നാളിൽ അവന് തന്റെ നീതിയാൽ ജീവിപ്പാൻ കഴിയുകയില്ല. ദുഷ്ടനും നീതിമാനും ഒരുപോലെ ജാഗരൂകരായിരിക്കണമെന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്. ദുഷ്ടൻ മാത്രമല്ല, ആരും ജാഗരൂകരായിരിക്കണം. ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ട് തിരിയാനുള്ള ജാഗ്രത അവനുണ്ടായിരിക്കണം. നീതിമാൻ അവന്റെ നീതി വിട്ട് തിരിയാതെ ഇരിക്കാനുള്ള ജാഗ്രതയും വേണം. എനിക്ക് രണ്ടുപേരോടും പറയണം, ദുഷ്ടൻ തന്റെ ദുഷ്ടതയിൽ തുടർന്നാലും നീതിമാൻ നീതി വിട്ടുകളഞ്ഞാലും മരണമാണ് ഫലം. കത്തുന്ന തീപ്പൊയ്കയാണ്. നീതിമാനായി ജീവിച്ച ആളുകൾ എത്രയോ പിന്നെ പെട്ടുപോയിട്ടുണ്ട്. പിന്നീട് അവർ ദുഷ്ടതയിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖം തോന്നുന്നത് എനിക്കൊരു പക്ഷേ ആ സമയത്താണ്. ഒരുപക്ഷെ എനിക്ക് തന്നെ പേടി തോന്നുന്നതും ആ സമയത്താണ്. എന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒത്തിരി സന്ദർഭങ്ങൾ, ഞാൻ വിശ്വാസമർപ്പിച്ചിരുന്ന, ഒരിക്കലും തെറ്റിപ്പോകത്തില്ലെന്ന് ഞാൻ ചിന്തിച്ച പല ആളുകൾ ജീവിതത്തിൽ തെറ്റിലേക്ക് വീണുപോവുകയോ ചാടിപ്പോവുകയോ ചെയ്തപ്പോൾ ഞാൻ ഹൃദയം തകർന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് തന്നെ പേടി തോന്നിയിട്ടുണ്ട്, എന്റെ അവസാനം എന്തായിരിക്കുമെന്ന്. വേദോസം പറയുന്നത് എന്താണെന്നറിയാമോ? അവരുടെ ജീവാവസാനമോർത്ത്, അവരുടെ ജീവിതത്തെ അനുകരിക്കാനല്ല, അവരുടെ ജീവാവസാനമോർത്ത്. കാരണം നീതി കുറച്ചുനാൾ ചെയ്തിട്ട് വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല. അവസാനം വരെയും നീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണ് തകർന്നത് ഈ പോർക്കളത്തിൽ ഇല്ലേ? പാട്ടുകാരൻ പറയുന്നതാണ്. നമുക്ക് നമ്മുടെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളെക്കാൾ ശക്തരും ഭക്തന്മാരുമായ ആളുകൾ പോലും തകർന്നു വീണ ഈ പോർക്കളത്തിൽ നമ്മൾ എത്ര ജാഗ്രതയുള്ളവരായിരിക്കണം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ അൺകൺസേൺഡ് ആയിരിക്കുവാൻ പാടില്ല. പ്രബോധനം ദുഷ്ടനോടും നീതിമാനോടും ഒരുപോലെ വേണമെന്നാണ് നമ്മൾ പറയുന്നത്. കാര്യം അവന്റെ നഷ്ടം എന്റെ നഷ്ടമാണ്. അവൻ പാപം ചെയ്യാതിരിക്കേണ്ടത് എന്റെ ചുമതലയാണ്. കയ്യിന്റെ ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ? യെസ്, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാ. വിശ്വാസികൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം, അവരിപ്പം പോയിട്ട് ഞാൻ എന്നാ ചെയ്യാനാ ബ്രദറെ? നീ ആ കാവൽക്കാരൻ, നിന്റെ സഹോദരന്റെ കാവൽക്കാരനാണ് നീ. അത് നീ മറന്നു പോകരുത്. അവന്റെ നാശം നിന്റെ നാശമാണ്. അതായത് നീ ജീവിക്കുന്ന അവന് വേണ്ടിയാണ്. യേശു ജീവിച്ചത് എനിക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കണം. അതെല്ലാ രീതിയിലും, എല്ലാ രീതിയിലും. ഇന്നിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഠിനവാക്കുന്ന ആൾക്കാർ പറയും, പിന്നെ വളരെ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയല്ല പറ്റുള്ളൂ. വേദപുസ്തകത്തിന്റെ സിസ്റ്റം അതല്ല. വേദപുസ്തകത്തിന്റെ സിസ്റ്റം നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കുകയും മറ്റുള്ളവർ എന്റെ കാര്യം നോക്കുകയുമാണ്. മറ്റുള്ളവരുടെ വഴക്കിനകത്ത് ഇടപെടാനല്ല ഞാൻ പറഞ്ഞത്, അവന്റെ നീഡ്സ്. എന്റെ കൂട്ടു സഹോദരൻ പട്ടിണി കിടക്കുന്നത് എന്റെ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ നോക്കിയാലേ പറ്റുള്ളൂ. എനിക്ക് സുഖിച്ച് ജീവിക്കാൻ പറ്റില്ല. എന്റെ കൂട്ടു സഹോദരൻ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൺസേൺഡ് ആയിരിക്കണം. അൺകൺസേൺഡ് ആകാൻ പാടില്ല. മാഫിയ ആറ്റിറ്റ്യൂഡ് മാത്രമല്ല, സോഫിയ ആറ്റിറ്റ്യൂഡും ദൈവികമല്ല. നിന്റേതെല്ലാം എന്റേതെന്ന് പറഞ്ഞില്ലെങ്കിലും എന്റേതെല്ലാം എന്റേത്, നിന്റേതെല്ലാം നിന്റേതെന്ന് പറയുന്നതിന് മാഫിയായിക്ക് തുല്യമാണ്. കാരണം മാഫിയക്കാരനും സോഫിയക്കാരനും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവനല്ല. ആര് മാത്രമേ ഉള്ളൂ? ഗ്ലോറിയ, എന്റേതെല്ലാം നിന്റേത്. പ്രിയമുള്ളവരെ, ഈ കാലയളവിൽ നമ്മൾ അൺകൺസേൺഡ് ആയിട്ട്, കരുതലില്ലാത്തവരായി, മറ്റുള്ളവരെ കുറിച്ച് കരുതലില്ലാത്തവരായി. യോനായുടെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. അവൻ നിനവയിലെ ജനങ്ങളെക്കുറിച്ച് കരുതലില്ലാത്തവനായിരുന്നു, അൺകൺസേൺഡ് ആയിരുന്നു. ജനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൺസേൺ ഉണ്ടോ? അവർ രക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ നിങ്ങൾ തയ്യാറുള്ളവരാണോ? നിന്റെ സഹോദരന്റെ കാവൽക്കാരനാണ് നീ എന്നുള്ളത് നീ ഓർക്കുന്നുണ്ടോ? ഇന്ന് നമ്മളെ ദൈവ വചന ശുശ്രൂഷ അവസാനിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കുറിച്ചുള്ള വലിയ കൺസേൺ നമുക്കുണ്ടാകണം. അവർ നഷ്ടപ്പെട്ടു പോകുന്നത്, അവർ നരകത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ നീ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല. യു ആർ നോട്ട് എ ട്രൂ ക്രിസ്ത്യൻ ഇഫ് യു ക്യാൻ കംഫർട്ടബിളി സിറ്റ് ഇൻ യുവർ ചേംബർ when you are seeing your friends, your relatives, your people are going to hell. പ്രോവേർബ്സില് സഭാ സദൃശ്യവാക്യങ്ങളില് അതിന്റെ 24-ാം അധ്യായത്തിന്റെ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കണം. എന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കാം,
ഞങ്ങൾ അറിഞ്ഞില്ലയോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവന് ഗ്രഹിക്കുകയില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവന് അറിയുകയില്ലയോ? അവൻ മനുഷ്യന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ? മരണത്തിൽ കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. മരണത്തിന് കൊണ്ടുപോകുന്നവർ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. നമ്മള് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് പീപ്പിൾ ആർ റെഡി ടു ബി സ്ലെയിൻ. അവരെ കൊലയ്ക്ക് കൊണ്ടുപോവുകയാണ്. പിശാച് ഇന്നത്തെ ജനങ്ങളെ കൊലയ്ക്ക് കൊണ്ടുപോവുകയാണ്. സാത്താന്റെ ഹിറ്റ് ലിസ്റ്റിൽ കിടക്കുകയാണ് ആൾക്കാർ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് തീപ്പൊയ്കയാണ്. പിശാച് എത്രയും കൂടുതൽ ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ്. ആ പിശാചിന്റെ ബന്ധനത്തിൽ പെട്ടുകിടക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ, കർത്താവേ നീ എന്നെ രക്ഷിച്ചതിനായി സ്തോത്രം, അവരെ പോലെ ഞാനും പോകേണ്ടതായിരുന്നല്ലോ, ഹോ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞിരിക്കുന്നവനല്ല ആത്മികൻ. കൊലയ്ക്കായി വിറച്ചു പോകുന്ന ജനങ്ങൾക്ക്, മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. വി നീഡ് ടു സേവ് ദം. പിശാചിന്റെ ബന്ധനത്തിൽ നമുക്ക് അവരെ വിടുവിക്കാൻ കഴിയണം. അതിനുവേണ്ടി റിസ്ക് എടുക്കാൻ തയ്യാറാകണം. ശമരിയാക്കാരൻ ആ കൊള്ളക്കാരെ ആക്രമിച്ച മനുഷ്യനെ രക്ഷിക്കാൻ നോക്കുമ്പോൾ ഒരുപക്ഷെ അവന്റെ ജീവൻ അപകടത്തിൽ. അവൻ ചിന്തിച്ചില്ല എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം, എനിക്ക് പെട്ടെന്ന് അങ്ങ് ജെറിക്കോയിൽ ചെല്ലണം എന്നവൻ ഒരിക്കലും ചിന്തിച്ചില്ല. സത്രത്തിൽ ചെല്ലണം, സുരക്ഷിത സ്ഥാനത്ത് ചെല്ലണം എന്നവൻ ചിന്തിച്ചില്ല. അപകടത്തെ കണക്കാക്കാതെ ആ മരിക്കാറായി കിടക്കുന്ന മനുഷ്യനെ വിടുവിക്കാനായിട്ട് നോക്കി. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ നായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസ നായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ നായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസ നായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. അലകൾ പടകിൽ അടിച്ചെന്നാൽ അല്ലലൊരൽപ്പവുമില്ലെനിക്ക്. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ നായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. പരീക്ഷകൾ വേദനകൾ നന്നായെനിക്കിന്നുണ്ടായിടിലും നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ നായകനേശുവേ നോക്കി വിശ്വാസ